അഡ്വക്കേറ്റ് കെ വി അഭിലാഷ്, ഈ ക്ഷേമ പെൻഷൻ എക്കാലത്തും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ വിഷയം, അതിലുപരി നയപരമായ ഒരു സംഗതി കൂടിയാണല്ലോ. നമുക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ രാഷ്ട്രീയ ആയുധമായി മാറിയതുമാണ് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. ധനവകുപ്പിൻ്റെ ഈ പുതിയ തീരുമാനം തീർച്ചയായിട്ടും അതൊരു സാങ്കേതികത്വമാണ്, നമുക്കെല്ലാം മനസ്സിലാവും. പക്ഷേ എങ്കിലും ജനഹിതം എതിരായി മാറില്ലേ? ഒരിക്കലുമില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ, ആബാലവൃദ്ധം ജനങ്ങളും സർവാത്മന സ്വാഗതം ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കുറച്ചുകൂടെ സാമൂഹ്യക്ഷേമ പെൻഷനിൽ കുറച്ചുകൂടെ സുതാര്യത ഉറപ്പാക്കുന്ന ഒരു തീരുമാനമാണ്. കൂടുതൽ സുതാര്യതയും വ്യക്തതയും ഉൾക്കൊള്ളുന്ന ഒരു തീരുമാനമാണ് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീരുമാനമാണ് UDF ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ 3 മാസക്കാലമായി ഓരോ ദിവസവും ഓരോ മാസവും മാസാമാസം കൃത്യമായി ക്ഷേമ പെൻഷൻ കൊടുക്കുകയാണ്. കഴിഞ്ഞ മെയ് മാസത്തിന് തൊട്ട് മുൻപാണെങ്കിൽ അങ്ങനെയല്ല. ഒരു 4 മാസം അല്ലെങ്കിൽ 5 മാസം ഉത്സവങ്ങൾ വരുമ്പോൾ, ഓണം വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ, റംസാൻ വരുമ്പോൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അത്തരത്തിലുള്ള സമയങ്ങളിലാണ് ക്ഷേമ പെൻഷൻ കൊടുത്തിരിക്കുന്നത്. ശരാശരി എടുത്തു കഴിഞ്ഞാൽ 4 മാസം അല്ലെങ്കിൽ 5 മാസമാണ്. പക്ഷേ ഇപ്പോഴെല്ലാം മാസം തോറും കൃത്യമായി ക്ഷേമ പെൻഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, കേരളത്തിലെ എല്ലാവർക്കും ഏകദേശം 99% പേർക്കും ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അപ്പോൾ കൃത്യമായി അവർക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾക്ക്, അങ്ങനെ ബാങ്കിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് അവരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് നേരത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ കൃത്യതയോടുകൂടി അവരുടെ കൈകളിൽ വീട്ടിൽ കൊണ്ടുപോയി തന്നെ കൊടുക്കും. ഈ കിടപ്പ് രോഗികൾ അല്ലാതെയുള്ളവർക്ക്, ബാങ്കിൽ പോയി വാങ്ങാൻ കഴിയുന്നവർക്ക് അത് ബാങ്ക് അക്കൗണ്ട് വഴി തന്നെ കൊടുക്കുവാനുള്ളൊരു തീരുമാനമാണ്. കൃത്യമായി അത് കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ സ്വാഗതം ചെയ്യും. കൃത്യമായി ഓരോ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ അവരുടെ കൈകളിലേക്ക് എത്തിപ്പെടുകയാണ്. അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ നടത്തി, അല്ലെങ്കിൽ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ അന്യായങ്ങൾ ഫയൽ ചെയ്യുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാരും മറന്നിട്ടില്ല. കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇത് അവകാശമാണോ ഔദാര്യമാണോ എന്ന് ചോദിച്ചു. അവസാനം അന്നത്തെ ഗവൺമെൻറ് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ, സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇത് ഔദാര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ കോടതി അതിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അവകാശമാണ്, അത് ഒരു പൗരൻ്റെ അവകാശമാണ് എന്ന് കോടതി തിരുത്തൽ വരുത്തുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് UDF സർക്കാരിൻ്റെ നിലപാട് ഇതൊരു ഔദാര്യമാണ് എന്ന തരത്തിലാണ്. അല്ല, അങ്ങനെയല്ല, ഒരിക്കലുമല്ല. ഇത് അവകാശം തന്നെയാണ്. പിണറായി വിജയൻ്റെ കാലത്ത് അദ്ദേഹം കൊടുത്ത സത്യവാങ്മൂലത്തിലാണല്ലോ ഇത് ഔദാര്യമാണ്, ഇത് ഗവൺമെൻറ്റുകളുടെ ഔദാര്യമാണ് എന്ന് കൊടുത്തത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് എന്നാണ് അതിൽ നിന്ന് മാറ്റമുണ്ടായത്? ഗവൺമെൻറ്റിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോഴേക്കും അതിൽ നിന്ന് മാറ്റമുണ്ടായോ? പക്ഷേ ഇത് അവകാശം തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ പക്ഷം, അന്നും ഞങ്ങളുടെ പക്ഷം അങ്ങനെ തന്നെയാണ്. ഇവിടെ കേരളത്തിൽ ക്ഷേമ പെൻഷൻ കിട്ടുവാൻ വേണ്ടി അവർ സമരമിടുന്ന എത്രയോ അമ്മമാർ, ആയിരക്കണക്കിന് അമ്മമാർ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് മാറി ഇപ്പോൾ ഓരോ മാസവും കൃത്യമായി അവരുടെ കൈകളിലേക്ക് എത്തുകയാണ്. അത് മാത്രമല്ല, ഒരു ക്ഷേമ പെൻഷൻ ഇപ്പം കഴിഞ്ഞ 3-4 മാസമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ബാങ്കുകളിൽ സഹകരണ സംഘങ്ങൾ സഹകരണ ബാങ്കുകളിൽ ഇതെത്തിക്കഴിഞ്ഞാൽ ഒരു ലാഗിങ്, ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ സഹകരണ ബാങ്കുകൾ ട്രഷറിയിൽ നിന്ന് പണം എടുക്കുന്നുള്ളൂ. അത് ഒരാഴ്ച ആ ലാഗിങ്, അടുത്ത് വീണ്ടും ഒരാഴ്ച ഇത് കളക്ഷൻ ഏജൻറ്റും അല്ലെങ്കിൽ ജീവനക്കാരുടെ കയ്യിൽ ഇത് ഒരാഴ്ച ഇരിക്കുവാണ്. അപ്പോൾ ഏകദേശം 15 ദിവസത്തെ ലാഗിങ് ഇപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതിൽ ഈ കഴിഞ്ഞ 3-4 മാസമായി തുടർന്നു വരികയാണ്. കാരണം ഒരു 65% സഹകരണ സംഘങ്ങളും ടാക്സുകളും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് അവരുടെ കൈകളിലാണ്. അപ്പോഴേക്കും രാഷ്ട്രീയപരമായി അതിനെ മറ്റൊരു കാഴ്ചപ്പാടോട് കണ്ടുകൊണ്ട് അഡ്വക്കേറ്റ് കെ വി അഭിലാഷ്, അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഒരു ആക്ഷേപം കൂടി ഉണ്ടാവുന്നത്. കാരണം സർക്കാർ ഇതിൽ പറയുന്ന ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ച കാര്യങ്ങളിൽ എണ്ണി പറയുന്നുണ്ട് ഉത്തരവിൽ. അതായത് ഒന്ന്, ഈ പറഞ്ഞ പോലെ വിതരണം ചെയ്യാത്ത ചില പണം
തിരികെ അടയ്ക്കുന്നത് വരുന്ന കാലതാമസം, അതുപോലെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ യഥാസമയം കറക്റ്റ് അത് നടപ്പാക്കുന്നില്ല എന്നുള്ളത്, പിന്നെ അതോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതൽ പെൻഷനുകൾ വാങ്ങിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ആദ്യം കണ്ടെത്തിയിട്ട് വേണ്ടേ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കേണ്ടത് എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. അല്ല, അതിൽ താങ്കൾ ആദ്യം പറഞ്ഞത് ശരിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ 15 ദിവസത്തെ ലാഗിങ് ഈ ക്ഷേമ പെൻഷൻ കൈമാറുന്നതിൽ കഴിഞ്ഞ 3 മാസക്കാലമായിട്ട്. അപ്പോൾ അവർക്കെതിരെ നടപടി നിങ്ങൾ എടുക്കുന്നുണ്ടോ? അവർക്കെതിരെ നടപടി എടുക്കേണ്ടത് സഹകരണ സംഘങ്ങളാണ്. അതിൻ്റെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ 65% ബാങ്ക് സംഘങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിലുള്ള സംഘങ്ങളാണ്. അവർ എന്ത് നടപടിയാണ് ആ ജീവനക്കാർക്കെതിരായിട്ട് എടുക്കുന്നത്? അതൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയല്ലേ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കെതിരെ നടപടികൾ എടുക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആ സംഘങ്ങൾ മാറിയിട്ട് മറ്റൊരു സംഘത്തിലേക്ക് ഏൽപ്പിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ സുതാര്യമായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട്, ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഇന്ന് 99% ആൾക്കാരുടെ കയ്യിലുമുണ്ട്. അത് ബാങ്കിൽ പോയി വാങ്ങുന്നവർക്ക് കൃത്യമായി ആ ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കുക. അല്ലാത്തവർക്ക് അത് ഏത് വഴിയെന്ന് സൂചിപ്പിച്ചിട്ടില്ല. കിടപ്പ് രോഗികൾക്ക് കൃത്യതയോടുകൂടി വീട്ടിൽ കൊണ്ടുപോയി തന്നെ ഞങ്ങൾ ക്ഷേമ പെൻഷൻ തീരുമാനത്തിലേക്ക് UDF കടന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പല ഈ പറഞ്ഞ പോലെയുള്ള ബാങ്കുകൾ മാത്രമല്ല, അത് രാഷ്ട്രീയപരമായി ഇടതുപക്ഷം കൈകാര്യം ചെയ്യുന്ന ബാങ്കുകളുടെ കയ്യിൽ ഈ പൈസകൾ കുന്നുകൂടുകയും അവരത് ബാങ്കുകളുടെ കയ്യിൽ കുന്നുകൂടുന്നു എന്നുള്ള പക്ഷത്തിലല്ല ഞാൻ പറയുന്നത്. ഇത് ട്രഷറിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുക്കാൻ ഒരാഴ്ച കാലതാമസം എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് അവരുടെ കയ്യിലെത്തുവാൻ, ക്ഷേമ പെൻഷൻ അർഹതയുള്ളവരുടെ കയ്യിൽ എത്തുവാൻ വേണ്ടി, ഗുണഭോക്താക്കളുടെ കയ്യിൽ എത്തുവാൻ വേണ്ടി വീണ്ടും ഒരാഴ്ച എടുക്കുവാണ്. ആ കാലതാമസം ഒഴിവാണ്. ഇനി ആരെങ്കിലും ക്ഷേമ പെൻഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ അത് തിരിച്ചടയ്ക്കുന്നതിലും കാലതാമസമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ലാഗിങ് വേണ്ട. സുതാര്യമായി തന്നെ നമുക്ക് ആ തുക അവരുടെ കയ്യിൽ തന്നെ, ഗുണഭോക്താക്കളുടെ കയ്യിൽ കൃത്യതയോടെ എത്തുവാൻ ഇതാണ് ഏക വഴി.